ഒരു സൂര്യനെ അത്രയും ഭാരമുള്ള ഒരു വസ്തു ബ്ലാക്ക് ഹോൾ ആവുകയാണെങ്കിൽ അത് ഏറെക്കുറെ 3 കിലോമീറ്റർ വലുപ്പം വരും. ഇതിലേക്കുള്ള വീഴുന്ന വസ്തുക്കൾക്കെല്ലാം പിന്നീട് ഈ പറഞ്ഞ ഈവൻറ്റ് ഹൊറൈസണിൽ നിന്നുള്ള ഒരു സർഫസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിന് നേരെ അതിൻ്റെ സെൻട്രൽ ഏറ്റവും കേന്ദ്രബിന്ദുവിലേക്കാണ് പോകുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഫിസിക്സ് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ സിംഗുലാരിറ്റിയിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ മാസ് മുഴുവൻ വളരെ ചെറിയ ഒരു പോയിന്റിലേക്കാണ് കംപ്രസ്ഡ് ആയി പോകുന്നത്. ബ്ലാക്ക് ഹോളുകളുടെ ഈ സിംഗുലാരിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ലെങ്കിൽ പോലും മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വേം ഹോൾസ് നിലനിൽക്കില്ല എന്നാണ് ആർഗ്യുമെൻറ്റ്. വേം ഹോൾസിന് നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്സിന് ചില നിയമങ്ങളെ വയലേറ്റ് ചെയ്യേണ്ടി വരും. ഒരു വേം ഹോൾ പോലെയുള്ള ഒരു സാധനത്തിന് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതിന് സ്പേസ് ടൈമിൽ ഒരു പോയിന്റിൽ നിന്ന് സ്പേസ് ടൈമിൽ വേറൊരു പോയിന്റിലേക്ക് ഉള്ള ഒരു ഷോർട്ട് കട്ട് സാധ്യമാണ്. ഇൻ്റർസ്റ്റെല്ലാർ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആദ്യത്തെ 75-80% സിനിമയും വളരെ സയൻറ്റിഫിക്കലി കറക്റ്റാണ്. ഭൂമിയിൽ സമയം സഞ്ചരിക്കുന്ന വേഗതയിലല്ല ഔട്ടർ സ്പേസിൽ സമയം സഞ്ചരിക്കുന്നത്. ഒരു ക്രിസ്റ്റഫർ നോളൻ്റെ ഭാവന കൊള്ളാവുന്ന ഭാവനയാണ്. അത് സയൻസായി കാണാൻ പറ്റില്ല. ഈ ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ചുറ്റുമുള്ള പ്രകാശമടക്കമുള്ള എല്ലാ വസ്തുക്കളെയും അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു വലുത് എന്ന് പറയാൻ കഴിയില്ല, താരതമ്യേന വലിപ്പം കുറവായിട്ടുള്ള ഒരു സംഗതി, വളരെ ഡാർക്കായിട്ടുള്ളൊരു മാറ്റം. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിലൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു മോഡൽ. ഇപ്പം റീസെൻ്റായിട്ട് അതിൻ്റെ ഒരു ചിത്രം വരുമ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റർസ്റ്റെല്ലാറിൽ കാണുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ചിത്രമൊക്കെ വരുന്നത്. ഇതിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഹോളുകളുടെ കേന്ദ്രം എന്ന് പറയാവുന്ന ഒരു സംഗതി, ഇതിലേക്ക് ഈ ഒരു ബിന്ദുവിലേക്കാണ് ഈ വരുന്ന മാസുകളെ മുഴുവൻ ഇത് വലിച്ചെടുപ്പിക്കുന്നത്. ഈ മാസിനെ മുഴുവൻ ഒതുക്കാനുള്ളൊരു സ്പേസ് ഈ പറയുന്ന ആ ഒരു ബിന്ദുവിനുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇതൊരു നല്ല ചോദ്യമാണ്. ഇതിനൊരു കൃത്യമായിട്ട് ഉത്തരം ഇപ്പോൾ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇപ്പം ന്യൂട്രോൺ സ്റ്റാറുകൾ തന്നെ വളരെ ഉയർന്ന സാന്ദ്രതയുള്ള, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഡെൻസിറ്റി ഉള്ള വസ്തുക്കളാണ്. ബ്ലാക്ക് ഹോളുകളുടെ വലുപ്പമാണെങ്കിലോ പിന്നെ ഒരു സൂര്യനെ അത്രയും ഭാരമുള്ള ഒരു വസ്തു ബ്ലാക്ക് ഹോൾ ആവുകയാണെങ്കിൽ അത് ഏറെക്കുറെ 3 കിലോമീറ്റർ വലുപ്പം വരും. അത്രയും അത്രയും ഡെൻസ് ആയിട്ടുള്ള ഒരു വസ്തു. സൂര്യനെ പറഞ്ഞാൽ ഭൂമിയുടെ ഏറെക്കുറെ 1,00,000 മടങ്ങ് ഭാരമുള്ള ഒരു വസ്തുവാണ് സൂര്യൻ. അതിനെ ഒരു 3 കിലോമീറ്റർ വലുപ്പമുള്ള ഒരു ഗോളാക്കി മാറ്റുകയാണെങ്കിൽ അതിൻ്റെ സാന്ദ്രത നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് പറഞ്ഞത് ശരിയാണ്. ഇതിലേക്കുള്ള വീഴുന്ന വസ്തുക്കൾക്കെല്ലാം പിന്നീട് ഈ പറഞ്ഞ ഈവൻറ്റ് ഹൊറൈസണിൽ നിന്നുള്ള ഒരു സർഫസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിന് നേരെ അതിൻ്റെ സെൻട്രൽ ഏറ്റവും കേന്ദ്രബിന്ദുവിലേക്കാണ് പോകുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഫിസിക്സ് നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം നമ്മൾക്കറിയുന്ന ഭൗതികശാസ്ത്ര നിയമങ്ങളെല്ലാം അവിടെ പരാജയപ്പെടും. അത്രയും ഉയർന്ന സാന്ദ്രതയും ഉള്ള ഒരു പോയിൻ്റാണ്. പൊതുവേ ഭൗതികശാസ്ത്രത്തിൽ വിചാരിക്കുന്നത് ആ സിംഗുലാരിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി വേണം എന്നാണ്. കാരണം നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അറിയുന്ന ഒരു കാര്യം, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്കെയിലിൽ പ്രതിഭാസങ്ങൾ നമുക്ക് കാണുന്ന മാക്രോസ്കോപ്പിക് പ്രതിഭാസങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിന് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഭൗതികശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശാഖ ഉപയോഗിച്ചിട്ട് മാത്രമേ ഈ മൈക്രോസ്കോപ്പിക് ലെവലുള്ള ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അതിനുള്ള ധാരാളം നമുക്ക് ഇലക്ട്രോണുകളും ആറ്റങ്ങളും ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങൾ. അപ്പോൾ ഈ സിംഗുലാരിറ്റിയിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ മാസ് മുഴുവൻ വളരെ ചെറിയ ഒരു പോയിന്റിലേക്കാണ് കംപ്രസ്ഡ് ആയി പോകുന്നത്. അപ്പോൾ നമ്മുടെ പൊതുവേ ഭൂരിഭാഗം ഫിസിസ്റ്റുകൾ വിചാരിക്കുന്നത് അവിടെ നടക്കുന്നത് എന്താ പറയുകയാണെങ്കിൽ ഒരു ക്വാണ്ടം തിയറി വേണമെന്നുള്ളത്. പക്ഷേ ഈ ഗ്രാവിറ്റിയും ഇത്രയും ഭീകരമായ ഗ്രാവിറ്റിയും ക്വാണ്ടം തിയറിയും കമ്പൈൻ ചെയ്യുന്ന ഒരു തിയറി, ഫിസിക്സിലെ തിയറി നമുക്കിപ്പോഴും ഇല്ല. ഒരു ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ഇല്ല. ആ ഒരു തിയറി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ ആ സിംഗുലാരിറ്റിയുടെ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ നമുക്ക് പറ്റൂ. അതിന് ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള കാൻഡിഡേറ്റ് തിയറികളുണ്ട്. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ക്വാണ്ടം വേർഷൻ ഉണ്ടാക്കാൻ ആണ് ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത്. വേറൊരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നത് നിലവിലുള്ള എല്ലാ ഭൗതികശാസ്ത്ര നിയമങ്ങളെയും ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു അൾട്ടിമേറ്റ് തിയറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു കാൻഡിഡേറ്റാണ് ഈ സ്ട്രിങ് തിയറി എന്നൊക്കെ പറയുന്നത്. മറ്റുള്ളതിൻ്റെ
കാൻഡിഡേറ്റ്സ് ആണ്. ഇപ്പോൾ ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന തിയറീസ് ഉണ്ട്. ഇത് രണ്ടും ഒരു അൺഫിനിഷ്ഡ് വർക്ക്, ബോത്ത് ആർ വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൽ പ്രധാനപ്പെട്ട കുറേ മുന്നേറ്റങ്ങൾ കഴിഞ്ഞ ഒരു 5 ദശാബ്ദങ്ങൾ നടക്കണമെങ്കിൽ പോലും ദേ ആർ ഫാർ ഫ്രം കംപ്ലീറ്റ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുണ്ടായാൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ പറ്റും. ഇപ്പോൾ സയൻറ്റിഫിക് അല്ലെങ്കിൽ പോലും ഇതിന് ഒരു മറുപടി എന്ന മട്ടിൽ പലതരത്തിലുള്ള തിയറികൾ, ഇപ്പോൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ചില തിയറികൾ അതിലുണ്ട്. ഇപ്പോൾ ഒരു വശത്തുകൂടി ബ്ലാക്ക് ഹോളുകൾ വലിച്ചെടുക്കുന്ന സംഗതികളെ മറ്റൊരു വശത്തുകൂടി പുറത്തേക്ക് വിടുന്നു എന്നുള്ള ചില തിയറികളൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യമാണോ പ്രപഞ്ചത്തിൽ? ബ്ലാക്ക് ഹോളുകളാണെങ്കിൽ അങ്ങനെ സാധ്യമല്ല. ബ്ലാക്ക് ഹോളുകളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ സെൻറ്ററിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബ്ലാക്ക് ഹോളുകളുടെ ഈ സിംഗുലാരിറ്റികൾ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ലെങ്കിൽ പോലും മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിംഗുലാരിറ്റി ഒഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളും എന്ത് നടക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ മോഡേൺ ഫിസിക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് പലതരത്തിലുള്ള ആസ്ട്രോഫിസിക്കൽ സിറ്റുവേഷൻസിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ വേവ്സിൻ്റെ കണ്ടെത്തലുകളും പിന്നെ ബ്ലാക്ക് ഹോൾ ഇമേജും ഒക്കെ ഈ ഒരു സൈദ്ധാന്തികമായിട്ട് കാൽക്കുലേഷൻസിൻ്റെ വെരിഫിക്കേഷനാണ്. ഇപ്പോൾ ഭൗതികശാസ്ത്രം പറയുന്നത് വെറുതെ ഒരു ഭാവന പറയുന്നത് മാത്രമല്ല, വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഫോളോ ചെയ്യുകയും അത്തരം സൈദ്ധാന്തികമായിട്ടുള്ള കാൽക്കുലേഷൻസിനെ ഒബ്സർവേഷൻസും എക്സ്പെരിമെൻറ്റ്സും ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുക എന്നുള്ള വളരെ റിഗറസ് ആയിട്ടുള്ള പ്രോസസ് വഴിയാണ് ഈ ഒരു ഡെവലപ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാൽക്കുലേഷനോട് തിയറി പറയുന്നത് ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞാൽ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്ത് വരാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പക്ഷെ വേറെ തര പറയാം വേം ഹോളുകൾ എന്ന് പറയുന്ന വേറെ ചില സങ്കല്പങ്ങളുണ്ട്. അത് ഒരു തരത്തിലുള്ള രണ്ട് ബ്ലാക്ക് ഹോളുകൾ ചേർന്ന പോലെ ഒരു ബ്ലാക്ക് ഹോളും ഒരു വൈറ്റ് ഹോളും ചേർന്നിട്ടുള്ളൊരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒബ്ജക്റ്റാണ് അത്. ഇതൊരു ഗണിതശാസ്ത്ര മാതൃക മാത്രം, ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷനാണ്. ഇത് ഐൻസ്റ്റൈൻ ഇക്വേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷനാണ്. അത് മാത്തമാറ്റിക്കലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് പറയുന്നത് പറഞ്ഞ പോലെ ഒരു സൈഡിലൂടെ വലിച്ചെടുക്കുന്ന സാധനങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തൂടെ പുറത്തു പോകാൻ പറ്റും, ഒരു സ്പേസ് ടൈമിൽ മറ്റൊരു ഭാഗത്തേക്ക് പുറത്തു പോകാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ പ്രകൃതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അത് മാത്രമല്ല, അത് ഒരുപക്ഷെ നിലനിൽക്കില്ല എന്നുള്ളതിന് ധാരാളം ആർഗ്യുമെൻസും ഉണ്ട്. പക്ഷേ ഒരു കാലത്ത് ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെ തിയററ്റിക്കലായിരുന്നു, മാത്തമാറ്റിക്കൽ മോഡൽസ് ആയിരുന്നു. അതിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയാവുന്ന തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. അങ്ങനെയെങ്കിൽ വൈറ്റ് ഹോൾസും വേം ഹോൾസും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ? ഉണ്ട്. പക്ഷേ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ബ്ലാക്ക് ഹോൾസ് അന്ന് പറഞ്ഞിരുന്നത് നിലനിൽക്കാം എന്നായിരുന്നു മാത്തമാറ്റിക്കൽ പ്രഡിക്ഷൻ. നിലനിൽക്കുന്നുണ്ട് അറിയണമെങ്കിൽ ഒബ്സർവേഷണൽ വെരിഫിക്കേഷൻ വേണം. അത് പിന്നീട് വന്നു. പക്ഷേ ഈ വേം ഹോൾസ് നിലനിൽക്കില്ല എന്നാണ് ആർഗ്യുമെൻറ്റ്. ചില കാര്യങ്ങൾ അത് രണ്ട് വ്യത്യസ്തമാണ്. ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രകാശത്തിനേക്കാൾ വേഗതയിൽ ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഫിസിക്സിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രഡിക്ഷനാണ്. മാസം ഉണ്ടെങ്കിൽ സാധ്യമല്ല. അതെ, പ്രകാശത്തെ കൂടുതൽ വേഗത സഞ്ചരിക്കുക എന്നുള്ളത് ഒരു സൂപ്പർ ലൂമിനൽ മോഷൻ സാധ്യമല്ല. ഇത് നമ്മുടെ ഒരു ആർഗ്യുമെൻറ്റ് ഫ്രം ഇഗ്നോറൻസ് അല്ല. ഇതുവരെ അങ്ങനെ സാധനം കണ്ടെത്തിയിട്ടില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ നിലനിൽക്കുന്നതിന് ഫണ്ടമെൻ്റൽ ഒബ്ജെക്ഷൻസ് ഉണ്ട്. അതുപോലെയാണ് പറയുന്നത് വേം ഹോൾസിന് നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്സിന് ചില നിയമങ്ങളെ വയലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു പദാർത്ഥത്തിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പദാർത്ഥത്തിനെ കംപ്രസ് ചെയ്ത് ഒരു പ്രത്യേക വലുപ്പത്തിലേക്ക് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാക്ക് ഹോളായി മാറും. പക്ഷേ ഒരു വേം ഹോളുകളെ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുന്ന പദാർത്ഥത്തിന് ഭൗതികശാസ്ത്രത്തിൻ്റെ ചില അടിസ്ഥാന നിയമങ്ങളെ വയലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ചോദ്യം, അത്തരം ഒരു പദാർത്ഥം നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതെ, അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിസിക്സിൻ്റെ ധാരണ. ഇപ്പോൾ വേം ഹോളുകൾ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗാലക്സികൾക്കിടയിലുള്ള ഒരു പാതയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റ്. നമ്മൾ ഈ പറയുന്ന പോലെ സ്പേസ് ടൈമിൻ്റെ ഡയമെൻഷനുകളെക്കുറിച്ച് പറയുമ്പോഴും സ്പേസ് ടൈമിൻ്റെ രൂപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു പ്ലെയിൻ ആകാൻ ചിലപ്പോൾ പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ ആവാം. ഇവയ്ക്കിടയിൽ ഒരു കുറുക്കു വഴിയായി വേം ഹോളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പലപ്പോഴും സാഹിത്യ രൂപങ്ങളിലും സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഈ പറഞ്ഞ വേം ഹോളുകൾക്ക് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു സാങ്കല്പിക സാധ്യതയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, സ്പേസ് ടൈം
സാധാരണ ഗതിയിൽ നമുക്ക് കാണുന്ന സ്പേസ് ടൈം ഫ്ലാറ്റാണ്, പരന്നതാണ്. പക്ഷേ ഗ്രാവിറ്റി ചെയ്യുന്നതിനെ വളയ്ക്കുകയാണ് ചെയ്യുന്നത്. അതീവ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ചെയ്യുന്നത് ആ സ്പേസ് ടൈമിലുണ്ടാക്കുന്ന തുളകളാണ് വേം ഹോൾ. പറഞ്ഞ പോലെ ഒരു പുഴു ഉണ്ടാക്കുന്ന 2 ഭാഗത്തിലുള്ള സ്പേസ് ടൈമിനെ കണക്ട് ചെയ്യുന്ന ചെറിയ പിന്നെ ഒരു ദ്വാരം പോലെ കാണാൻ പറ്റും. അത് മാത്തമാറ്റിക്കലി പോസിബിളാണ്, വളരെ കൃത്യമായിട്ടുള്ള തിയറി ഉണ്ട് അതിന്. പക്ഷേ അത് അങ്ങനെ നിലനിൽക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർ ഗാലക്റ്റിക് ട്രാവൽസ് ഒക്കെ സാധ്യമാണ്. പക്ഷേ അത്തരം നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ, മെറ്റീരിയൽ വേൾഡിൽ അത്തരം ഒരു ഒരു പ്രതിഭാസം നിലനിൽക്കണമെങ്കിൽ അതുണ്ടാക്കാൻ ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അത്ര എളുപ്പത്തിൽ ഓർക്കാൻ ചെയ്യാൻ പറ്റില്ല. ഒരു ടെക്നോളജിക്കൽ ചലഞ്ച് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പല കാര്യങ്ങൾക്കും റിയലൈസ് ചെയ്യാന്നുള്ളത് ഒരു ടെക്നോളജിക്കൽ ചലഞ്ചാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൈവീശുമ്പോൾ ഗ്രാവിറ്റേഷൻ വേവ്സ് ഉണ്ടാക്കുന്നുണ്ട്, അത് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ടെക്നോളജിക്കൽ ചലഞ്ച് മാത്രം. ഭാവിയിൽ ഒരു പക്ഷേ കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് എൻ്റെ കൈവീശുമ്പോൾ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വോം ഹോൾസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിക്കൽ ചലഞ്ച് അല്ല, ഒരു ഫണ്ടമെൻ്റൽ പ്രശ്നമാണ്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദ യൂണിവേഴ്സ്. ഒരു പക്ഷേ നമ്മുടെ ധാരണകൾ തെറ്റാവാം, പക്ഷെ നിലവിലുള്ള നമ്മുടെ ധാരണ ഉപയോഗിച്ച് അത് അത്തരം ക്രിയേഷനുകൾ സാധ്യമല്ല എന്നാണ്. ഈ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻ്റർസ്റ്റെല്ലാർ സിനിമയെ കൂടി പരാമർശിച്ച് പോകാതെ പറ്റില്ല. ഈ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് പലർക്കും അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടിയൊക്കെ ശാസ്ത്രം അറിയാവുന്നവർ അതിനെ വിശദീകരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ടൈം ഡയലേഷനെ കുറിച്ചൊക്കെ ഒരു സീനിൽ തന്നെ വളരെ ലളിതമായി പറഞ്ഞു പോകുന്നുണ്ട്. അത് ഓരോ സെക്കൻഡ് ഭൂമിയിലെ വർഷമായിരുന്നു, അല്ലെങ്കിൽ അതിലൊരു മ്യൂസിക് ഉപയോഗിക്കുന്നത് ഭൂമിയിലെ ഓരോ വർഷങ്ങൾ കടന്നു പോകുന്നതിനെ കുറിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രം ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു സിനിമ? ഇൻ്റർസ്റ്റെല്ലാർ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആദ്യത്തെ 75-80% സിനിമയും വളരെ സയൻറ്റിഫിക്കലി കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ചോദ്യം ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എത്ര വലിപ്പമുണ്ട്? ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഏറെക്കുറെ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അതിന് ചുറ്റൊക്കെ പല പല ഗ്രഹങ്ങളുമുണ്ട്. നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ 10,000 കോടി ഗാലക്സികൾ ഒന്ന് മാത്രമാണ്. ഇത്രയധികം ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലുണ്ടാകുമ്പോൾ അതിലൊക്കെ ജീവൻ ഉണ്ടായിക്കൂടെ? സാധ്യത വളരെ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുപ്പമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പോലും പല പ്രകാശ വർഷങ്ങൾ ദൂരമാണ്. നമുക്ക് ഏറ്റവും സാധ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ സാധ്യമായിട്ടുള്ള സഞ്ചാര രീതികൾ ഉപയോഗിച്ചാൽ പോലും അവിടെ ഒരു മനുഷ്യായുസ്സിലെത്തുക എന്നുള്ളത് സാധ്യമല്ല. പല മനുഷ്യായുസ്സിലെത്തുന്ന സാധ്യമല്ല. അപ്പോൾ അതെങ്ങനെ മറികടക്കും? ഒരു ഇൻഡസ്ട്രിയൽ ട്രാവൽ എങ്ങനെ സാധ്യമാകുന്ന ചോദിച്ചാണ് ഇപ്പോൾ ഈ വേം ഹോൾ എന്നുള്ള ഐഡിയ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വേം ഹോളുകളൊരു സൈദ്ധാന്തികമായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്, ഒരു വസ്തുവാണ്. അത് ചെയ്യുന്നത് ഒരു ഗാലക്സിയിലെ 2 ഭാഗങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഇവൻ 2 ഗാലക്സികളിൽ തന്നെയുള്ള കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ഷോർട്ട് കട്ടാണ്. അപ്പോൾ അത് ഇവരുടെ വേം ഹോൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു പ്രധാന ചോദ്യം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ചോദ്യത്തിലൊക്കെ അല്ല, ആ വേം ഹോളുകളെ ഉണ്ടാക്കാനുള്ള ഒരു മാറ്റർ ഭാവിയിലെ ഏതൊരു സിവിലൈസേഷൻ കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അടിസ്ഥാനമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സാധനമാണ്. പിന്നീട് അതിന് ശേഷം സംഭവിക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞാൽ ടൈം ഡയലേഷൻ, ഒരു പ്ലാനറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ പല വർഷങ്ങൾ നഷ്ടപ്പെടുന്നു. അതോ കുറച്ച് മിനിറ്റുകൾ മാത്രമേ അവിടെ, മിനിറ്റോ ഒരു മണിക്കൂറോ മാത്രമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത് പോലും അയാൾ തിരിച്ചു വരുമ്പോൾ എത്രയോ വർഷങ്ങൾ നഷ്ടപ്പെടുന്നു, 23 വർഷങ്ങൾ നഷ്ടപ്പെടുന്നു. അതെ. അത് ചെയ്യുന്നത് ബേസിക്കലി ചെയ്യുന്നത് ഒരു വലിയ ബ്ലാക്ക് ഹോളിനെ ചുറ്റിക്കറക്കുന്ന ഒരു ഗ്രഹമാണ്. ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റിക്ക് ഇത്ര അധികം ശക്തിയുള്ളത് കൊണ്ട് അത് ചുറ്റുമുള്ള സമയത്തിനെ അത് പതുക്കെയാക്കുന്നതാണ്. അതാണ് ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ. ഇതൊരു തിയററ്റിക്കൽ സാധനം മാത്രമല്ല, അത് കൃത്യമായിട്ടുള്ള തിയററ്റിക്കൽ പ്രഡിക്ഷൻ ഉണ്ട്. പക്ഷേ എക്സ്പെരിമെൻ്റായിട്ട് ധാരാളം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് അതിനെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം ഞാൻ പറഞ്ഞു ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വളരെ വീക്കാണെങ്കിൽ പോലും ഭൂമിയിൽ സമയം സഞ്ചരിക്കുന്ന വേഗതയിലല്ല ഔട്ടർ സ്പേസിൽ സമയം സഞ്ചരിക്കുന്നത്. ഇതൊരു വളരെ അബ്സ്ട്രാക്റ്റായി പറയുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ഒരേ തരത്തിലുള്ള 2 ക്ലോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലോക്കിനെ നമ്മൾ ശൂന്യാകാശത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഈ 2 ക്ലോക്കുകൾ കാണിക്കുന്ന സമയം മാറിയിരിക്കും. ഇത്തരം ധാരാളം എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ മോഡേൺ ടെക്നോളജിയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെല്ലാവരും ഈ ഗൂഗിൾ മാപ്സ് ഒക്കെ ഉപയോഗിക്കും. ഗൂഗിൾ മാപ്സ് ഇറക്കി ചെയ്യുന്നത് GPS
ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അത് ചെയ്യുന്നത് ഭൂമിയെ ചുറ്റുന്ന പല സാറ്റലൈറ്റുകളുടെ ഒരു GPS സാറ്റലൈറ്റുകളുടെ നിന്നുള്ള റേഡിയോ സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ട്രയാങ്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് GPS ചെയ്യുന്നത്. നമ്മുടെ മാപ്പിൽ നമ്മൾ എവിടെയാണെന്ന് അടയാളപ്പെടുത്തുക എന്നുള്ളത്. ഈ GPS സാറ്റലൈറ്റുകളെല്ലാം വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ആറ്റോമിക് ക്ലോക്കുകളുണ്ട്. ഈ ക്ലോക്കുകളുടെ ടൈമും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെല്ലാം GPS ടൈമാണ് കറക്റ്റ് ചെയ്യുന്നത്. അത് നമുക്കൊരിക്കലും പഴയ പണ്ടത്തെ വാച്ചുകളെ പോലെ കറക്റ്റ് ചെയ്യേണ്ടി വരാറില്ല, എപ്പോഴും സിങ്ക്ഡ് ആണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം ആ GPS ക്ലോക്കുകൾ എന്നുള്ളത് ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണ്. അപ്പോൾ ആ ക്ലോക്കുകൾ ഫീൽ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മുടെ ഭൂമിയിൽ ഫീൽ ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ക്ലോക്ക് സഞ്ചരിക്കുന്ന വേഗത നമ്മുടെ ഭൂമിയിലെ ക്ലോക്ക് സഞ്ചരിക്കുന്ന വേഗതയേക്കാളും വ്യത്യാസമുണ്ട്. കാരണം അവിടെ സമയം സഞ്ചരിക്കുന്നത് വ്യത്യാസമായിട്ടാണ്. ഈ ഒരു ഡിഫറൻസിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ GPS വർക്ക് ചെയ്യുള്ളൂ. ഇത് വളരെ എന്താ പറയുക കാൽപ്പനികമോ ദുരൂഹമായിട്ടുള്ള ഒരു സൈദ്ധാന്തികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, വളരെ കൃത്യമായിട്ടുള്ള എക്സ്പെരിമെൻ്റലി വെരിഫൈഡുമാണ്. അത് മാത്രമല്ല അത് നമ്മുടെ ടെക്നോളജിയുടെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ ഭൂമിയിൽ വളരെ വീക്കായിട്ടുള്ളൊരു ഗ്രാവിറ്റേഷൻ ഫീൽഡാണ്. ഇപ്പോൾ ഇവർ ചെയ്തത് ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ ശില്പികൾ ചെയ്തതിന് ക്ലവറായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അത് ചെയ്യണത് ഒരു പ്ലാനറ്റ് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഉള്ളത് ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉള്ളതുകൊണ്ട് അവിടെ സമയം പതുക്കെ സഞ്ചരിക്കുന്നു. അത് അവിടെ പോകുന്ന ഒരാൾക്ക് അറിയില്ല, കാരണം അയാളുടെ വാച്ചും അത്രയും പതുക്കെ സഞ്ചരിക്കുന്നത്. പക്ഷെ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ മാത്രമാണ് തിരിച്ചു വരുന്ന നമ്മുടെ റെഫറൻസ് ക്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത്രയും സമയം നഷ്ടപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇത് തമാശ വെച്ചാൽ ഇതൊരു തരത്തിലുള്ള ഏജിങ്ങും സ്ലോ ആക്കും. സമയം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പ്രതിഭാസങ്ങളും അതുപോലെ തന്നെ സ്ലോ ആവുകയും ചെയ്യും. അപ്പോൾ അയാൾക്ക് കാര്യമായിട്ട് നഷ്ടപ്പെട്ടില്ല. സമയം നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ വേഗതയിൽ സമയം എന്താ പറയുക ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഇരിക്കാത്ത ആൾക്കാണ് അയാൾ സമയം നഷ്ടപ്പെടുന്നത്. വളരെ പ്രിസൈസ് ആയിട്ട് ടൈം മെഷർ ചെയ്യാൻ പറ്റുന്ന 2 ക്ലോക്കുകൾ എടുക്കുക, രണ്ടിനെയും സിങ്ക്രണൈസ് ചെയ്യുക, രണ്ടും ഒരേ സമയം കാണിക്കുക. ഒരു ഫ്ലോക്കിനെ ഒരു ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു എയ്റോപ്ലെയിനിൽ വെച്ചിട്ട് ഭൂമിയിൽ കറക്കി തിരിച്ചു വരികയാണെങ്കിൽ പോയി തിരിച്ചു വരുന്ന ക്ലോക്ക് നമ്മുടെ ഭൂമിയിൽ വെച്ച് ക്ലോക്കിനേക്കാൾ കുറച്ചുകൂടി സമയം പുറകിലായിരിക്കും. ഇതൊക്കെ എക്സ്പെരിമെൻ്റലി വെരിഫൈഡ് ആണ്. ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമാന്യ ബുദ്ധിയെ അങ്ങനെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഒരു പരീക്ഷണ സാഹചര്യത്തിൽ ഈ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് അല്ലേ? ഈ നമ്മുടെ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങൾ നമ്മൾ അക്വയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ 4 വയസ്സുള്ള മകന് ഇപ്പോൾ പുതിയ ജനറേഷൻ മുഴുവൻ ഈ ടച്ച് സ്ക്രീൻസ് വളരെ ഫെമിലിയറാണ്. അവരെ സംബന്ധിച്ചോളം അതാണ് കോമൺ സെൻസ്. അപ്പോൾ എൻ്റെ മോൻ ഇപ്പോൾ 2-3 വയസ്സൊക്കെ സമയത്ത് TV-യിൽ പോയിട്ട് ഇത് ഇങ്ങനെ മാറ്റി നോക്കുമായിരുന്നു. അത് TV-യിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവരെ സംബന്ധിച്ചോളം കൗണ്ടർ ഇൻറ്റ്യൂട്ടീവാണ്, ഒരു കോമൺ സെൻസ് അല്ല. നമ്മുടെ കോമൺ സെൻസ് അക്വയർ ചെയ്യുന്ന മുഴുവൻ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു ധാരണകളാണ് കോമൺ സെൻസ്. പക്ഷെ അത് റിയാലിറ്റി ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും അതാണ് നമ്മുടെ ആക്ച്വൽ റിയാലിറ്റി കുഡ് ബി മച്ച് മോർ കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ്. അതുകൊണ്ടാണ് ഇപ്പോൾ അതാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട നമുക്ക് നമ്മുടെ വലിയ വസ്തുക്കൾ ബിഹേവ് ചെയ്യുന്നതിന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇലക്ട്രോണുകളോ ആറ്റങ്ങളോ പ്രോട്ടോണുകളൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അതിന് പ്രകാശത്തിന് സമാനമായിട്ടുള്ള തരംഗ സമാനമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്, പാർട്ടിക്കിൾ സമാനമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഇതൊരു മിക്സ്ഡാണ്. ഇതൊന്നും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ പറ്റാത്ത ഭയങ്കര വിചിത്രമായിട്ട് രീതിയിലാണ്. പക്ഷേ അതാണ് റിയാലിറ്റി. ഇറ്റ് സീംസ് ടു ബി ദ വേ ദ വേൾഡ് വർക്ക്സ്. അതുകൊണ്ട് നമ്മുടെ കോമൺ സെൻസിന് ഒരു പരിമിതികളുണ്ട്, കാരണം നമ്മുടെ അനുഭവമാണ് അതിൻ്റെ പരിമിതികൾ. അതിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള സത്യങ്ങളെ അന്വേഷിക്കാനാണ് ശാസ്ത്രത്തിൻ്റെ ഒരു വഴി. അതിന് റിഗറസ് ആയിട്ടുള്ള പ്രോസസ്സും ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ തിയറി എന്നുള്ളത് ഒരു ഭാവന മാത്രമല്ല, ഒരു ലോജിക്കലി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് കൂടിയാണ് ഡിറൈവ് ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ തിയറിക്ക് പലതരത്തിലുള്ള പ്രെഡിക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ആ പ്രെഡിക്ഷൻസ് എല്ലാം കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യാൻ മാത്രമേ തിയറി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഐൻസ്റ്റൈൻ 100 വർഷം മുമ്പ് ഈ ആപേക്ഷിക സിദ്ധാന്തം ഉണ്ടാക്കുമ്പോൾ
ഇതിൻ്റെ പ്രിഡിക്ഷൻസ് പോലും വളരെ വിചിത്രമായി തോന്നിയിരുന്നു. ഐൻസ്റ്റൈൻ പോലും വിശ്വസിച്ചില്ല, പറഞ്ഞ ബ്ലാക്ക് ഹോളുകൾ പോലെ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വിചിത്രമായിട്ടുള്ളൊരു ഗണിതശാസ്ത്ര കൗതുകം എന്നതിൽ കൂടുതൽ അദ്ദേഹം സീരിയസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഗ്രാവിറ്റേഷൻ വേസ് ഇതൊരിക്കലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ അതുപോലെ ഐൻസ്റ്റൈൻ തിയറി പ്രൊഡിക്റ്റ് ചെയ്താണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക ചെയ്യണമെന്നുള്ളത്. ഇതൊന്നും അന്നത്തെ കോമൺ സെൻസ് നിരക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് പലതും ഐൻസ്റ്റൈൻ വളരെ ഐൻസ്റ്റൈൻ്റെ ഒരു വലിയ ബ്ലണ്ടറായി അദ്ദേഹം പറഞ്ഞത് അതിനെ കൃത്യമായിട്ട് മോഡിഫൈ ചെയ്ത് പ്രപഞ്ചത്തിനെ സ്റ്റാറ്റിക് ആക്കാൻ ശ്രമിച്ചു അദ്ദേഹം. ഒരു ഒരു പ്രത്യേക ടേം ആഡ് ചെയ്തിട്ട് പിന്നീട് ഒബ്സർവേഷൻ സജസ്റ്റ് ചെയ്തത് യൂണിവേഴ്സ് ഇസ് ആക്ച്വലി എക്സ്പാൻഡിങ്. ഐൻസ്റ്റൈൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലണ്ടറാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോമൺ സെൻസ് പ്രിഡിക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വിചിത്രമാകാം റിയാലിറ്റി. പക്ഷേ അതും വെറും ഭാവന മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് അതിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട ഭാവനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇൻഡർസ്റ്റെല്ലാറിലേക്ക് തിരിച്ചു വരും. ഈ ഇൻഡർസ്റ്റെല്ലാറിൽ സയൻസ് ഈ പറഞ്ഞ പോലെ 70-75% സയൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ നോളൻ്റെ ഒരു ഭാവനയും, ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു ഭാവനയുണ്ട്. അതിലേറ്റവും വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒന്നാണ് ക്ലൈമാക്സ് സീനിനോട് അടുക്കുമ്പോൾ സിംഗുലാരിറ്റിയുടെ ഒരു അർത്ഥം മനസ്സിലാക്കുന്ന ഇവൻ ഹൊറൈസണിൽ നിൽക്കുന്ന കൂപ്പിന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നതിനെക്കുറിച്ച് പറയുന്നു. അത് ഡയമെൻഷനുകളാണ്. ചില ഡയമെൻഷനുകളിലുള്ള ആളുകൾ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ദൈ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, ആ സിനിമയിൽ അവർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സംഗതി കൂടിയുണ്ട്. വളരെ ഭംഗിയായിട്ട് ഭാവന അവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. എൻ്റെ ചോദ്യം അതല്ല, ഇങ്ങനെ ഈ ഡയമെൻഷനുകൾ എന്ന് പറയുന്നതും യാഥാർത്ഥ്യമാണ്. പലതരത്തിലുള്ള ഡയമെൻഷനുകൾ ഫിസിക്സിൽ പറയുന്നുണ്ട്, ആസ്ട്രോഫിസിക്സിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡയമെൻഷനുകളിൽ നിന്നുകൊണ്ട് ഭാവിയിൽ നിന്ന് ഭൂതകാലത്തിലേക്കും വർത്തമാനത്തിലേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണോ? അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അത് സാധ്യമാവില്ല എന്നാണ് നമുക്കറിയാവുന്ന ഫിസിക്സ് പറയുന്നത്. കാരണം ഈ പറഞ്ഞൊരു കോസാലിറ്റി എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഭൂതത്തിലേക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് കിൽ യുവർ മദർ, വിച്ച് മീൻസ് ദാറ്റ് യു കനോട്ട് എക്സിസ്റ്റ്. അത് വലിയൊരു പാരഡോക്സ് ഉണ്ടാക്കും. അതുകൊണ്ട് കോസാലിറ്റി എന്നുള്ളത് ഒരു സയൻസിൻ്റെ ഒരു ഫിസിക്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, അതിന് മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. അത് ആ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു അൾട്ടിമേറ്റ് സ്പീഡ്, എന്ത് ഇൻഫർമേഷനും സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ പ്രകാശവേഗതയാണ്. പ്രകാശവേഗതയിൽ കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കോസാലിറ്റിയുടെ ഒരു കൃത്രിമ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു വേം ഹോൾ പോലെയുള്ള ഒരു സാധനത്തിന് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതിന് സ്പേസ് ടൈമിൽ ഒരു പോയിന്റിൽ നിന്ന് സ്പേസ് ടൈമിൽ വേറൊരു പോയിന്റിലേക്ക് ഉള്ള ഒരു ഷോർട്ട് കട്ട് സാധ്യമാണ്. പക്ഷെ നമുക്കറിയാവുന്ന എല്ലാ ഫിസിക്സും പറയുന്നത് അങ്ങനെ ഒരു വേം ഹോളിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ പറയുക, ടൈം ട്രാവൽ ഇപ്പോഴും ഭാവനയിൽ തന്നെ വേണ്ടി വരും. അല്ല, ഈ ലൈറ്റ് സ്പീഡിൽ ഉള്ളൊരു യാത്ര സാധ്യമാകുകയാണെങ്കിൽ മാസിന് സാധ്യമാവില്ല എന്നുള്ള തിയറി പറയുന്നു. ഒരു മാസമുള്ളൊരു വസ്തുവിന് പ്രകാശത്തിൻ്റെ പ്രവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറി പറയുന്നത്. ഇനി അങ്ങനെ ഒന്ന് സാധ്യമാകുകയാണെങ്കിൽ ഈ പറയുന്ന ടൈം ട്രാവൽ സാധ്യമാകുമോ? സാധ്യമാവാം. അതിപ്പോൾ നമ്മുടെ എല്ലാം ഫെമിലിയർ ടെറൈൻ മുഴുവൻ മാറ്റിവെച്ച് ആലോചിക്കുകയാണെങ്കിൽ അതൊരു ഭാവന മാത്രമാവും. അല്ല, ഇപ്പം നമുക്കൊരു ചോദ്യത്തിനെ പല രീതിയിൽ കാണാം. ഒന്ന്, ഒരു പ്രത്യേക തരത്തിൽ സയൻസൊക്കെ ആവശ്യപ്പെടുന്ന ഒരു റിഗർ ഉണ്ട്. നമ്മുടെ ലോജിക്കൽ സ്ട്രക്ചർ ഉണ്ട്, നമുക്കിതുവരെയുള്ള ഒരു തിയററ്റിക്കൽ ബേസ് ഉണ്ട്. അത് മുഴുവൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് കുറേ എവിഡൻസിൻ്റെ മുകളിലാണ്. അത് മുഴുവൻ മാറ്റിവെക്കുകയാണെങ്കിൽ എന്തും സാധ്യമാണെന്ന് പറയാം. പക്ഷെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഭാവനയും സയൻസും തമ്മിലുള്ള വ്യത്യാസത്തിനെ ബ്ലർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിട്ട്, അറ്റ്ലീസ്റ്റ് ഞാനതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ മിത്തും ഹിസ്റ്ററിയും കൂടി മിക്സ് ചെയ്തത് പോലെയാണ്. അത് പലതും ഭൂതകാലത്തെ പറ്റിയിട്ടുള്ള നമുക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടാവാം, ഭാവന ഉണ്ടാവാം. പക്ഷേ ഭൂതകാലം എന്താണെന്ന് അറിയാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചാണ് പുതിയ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുകയാണെങ്കിൽ നമുക്ക് റിയാലിറ്റിയെ പറ്റിയിട്ടുള്ള ധാരണയിലുള്ള കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും.
അതുപോലെ തന്നെയാണ് സയൻസും. നമുക്ക് നമ്മുടെ മെറ്റീരിയൽ വേൾഡിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളെ ആൻസർ ചെയ്യാനുള്ള ഒരു റിഗറസ് ആയിട്ടുള്ള പ്രോസസ്സാണ് സയൻസ്. അതിന് കുറേ റൂൾസ് ഉണ്ട്. ഇറ്റ് ഹാസ് ടു ബി ലോജിക്കലി കൺസിസ്റ്റൻറ്റ്, ഇറ്റ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ എവിഡൻസ്. ഇതെല്ലാം ബേസ് ചെയ്താണ് തിയറീസ് ഉണ്ടാക്കുന്നത്. ആ തിയറീസിനെ പുതിയ ഫിനോമിന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതുണ്ടോ ഇല്ലേ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സ്ട്രക്ചറിൻ്റെ കൂടെയാണ് സയൻസ് ബിൽഡ് ചെയ്യുന്നത്. അതിനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇന്ന് സാധ്യമാണ്. പക്ഷേ അപ്പോൾ ചോദ്യം നമ്മൾ ഭാവനയും സയൻസും മിക്സ് ചെയ്യുകയാണെന്നതാണ്. അത് വേറെ കാണുന്നതായിട്ടാണ് ഞാൻ അതിനെ വേറെ ആയിട്ടാണ് കാണുന്നത് എപ്പോഴും. ഒരു ക്രിസ്റ്റഫർ നോളൻ്റെ ഭാവന കൊള്ളാവുന്ന ഭാവനയാണ്. അത് സയൻസായി കാണാൻ പറ്റില്ല. നമ്മുടെ ഗാലക്സിന് ഏറെക്കുറെ 1,00,000 കോടി ഗ്രഹങ്ങളുണ്ടാവണം. നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഏറെക്കുറെ 10,000 കോടി ഗാലക്സികൾ ഒന്ന് മാത്രം. അപ്പം അത്രയും ഏറെക്കുറെ 10 to the 23 ഒന്നിന് ശേഷം 23 പൂജ്യങ്ങളുള്ള അത്രയും ഗ്രഹങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടാവണം. ഇത്രയും ഗ്രഹങ്ങളിലൊക്കെ ജീവൻ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമുക്ക് എങ്ങനെ അറിയാം ഇത് സാധ്യമാണ് എന്നുള്ളതും അതുണ്ട് എന്നുള്ളത് രണ്ട് ചോദ്യമാണ്. അല്ലേ? അതുണ്ടോ എന്നുള്ളതിന് പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.